പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ആത്മാർത്ഥമായിട്ട് ഈ ദേവാലയത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ മുൻപിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുവെ, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയപ്പെട്ട മക്കളെ, അനേകം മെത്രാന്മാരെ അടക്കം ചെയ്തിട്ടുള്ള ഈ ഒരു അത്ഭുത കത്തീഡ്രലാണ്. വലിയ മിഷണറിമാരായ അഭിവന്യ പൗലോസ് പെരേനി പിതാവ്, മറ്റു വലിയൊരു മിഷണറിയായ ലയോനെ പ്രോസ്പെറിയ പിതാവ്, ഇവിടെ മലബാറിലേക്ക് കുടിയേറ്റമുണ്ടായപ്പോൾ ഒരപ്പനെ പോലെ കോഴിക്കോട് രൂപതയുടെ നേതൃത്വത്തിൽ അങ്ങ് തിരുവിതാംകൂറിൽ നിന്ന് വന്ന എല്ലാ കുടിയേറ്റക്കാരെയും സ്നേഹപൂർവ്വം സ്വീകരിച്ച ആൽദോ മരിയ പത്രോണി പിതാവ്, കോഴിക്കോട് ആർച്ച് രൂപതയുടെ ആദ്യത്തെ സ്വദേശത്തിലെ മെത്രാനായ മാക്സ്വെൽ വളണ്ടൈൻ നെറോണ പിതാവ്, അനേകം മിഷണറിമാർ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുള്ള ഈ ദേവാലയമാണ്. അർണോസ് മാതിരി വികാരിയായിട്ട് ഇരുന്നിട്ടുള്ള പള്ളിയാണ് ഈ അൾത്താര. ഈ അൾത്താരയിൽ സമർപ്പിക്കപ്പെടുന്ന എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ അൾത്താരയിൽ വെച്ച് നടക്കുന്ന ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ നമ്മുടെ എല്ലാ കെട്ടുകൾ പൊട്ടാൻ കാരണമാകും എന്ന് ഞാൻ വിശ്വസിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഗബ്രിയേൽ ആമോറ്റച്ചൻ ലോകം മുഴുവൻ അറിയപ്പെട്ടിരുന്ന ഈ അടുത്ത കാലത്തെ സഭയുടെ ഏറ്റവും വലിയ ഭൂതോച്ചാടകനായ വ്യക്തിയായിരുന്നു ഗബ്രിയേൽ ആമോറ്റച്ചൻ. ഈ ആമോറ്റച്ചൻ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു പ്രത്യേക പൈശാചിക പീഡയാണ് നമ്മുടെ ശരീരത്തിലെ നിരന്തരമായ രോഗങ്ങൾ, തലവേദന, തലകറക്കം, മരവിപ്പ്, കണ്ണുവേദന, മോണപ്പഴുപ്പ്, പല്ലുവേദന, തൊണ്ടവേദന, തോളുവേദന, കക്ഷത്തെ മുഴകള്, വീക്കം, അടിവയറ്റിലെ വേദന, വൻകുടലിലെ രോഗങ്ങൾ, ചെറുകുടലിലെ രോഗങ്ങൾ, വയറുവേദനകൾ, മൂത്രകോശ സംബന്ധമായ രോഗങ്ങൾ, മുട്ടുകാലിൻ്റെ വേദന, വാതരോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ശാരീരിക അസ്വസ്ഥതകൾ. അതായത് ഇതൊരു പിശാചുപീഡ ആകുന്നത്, ഇത് രോഗം ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആശുപത്രി പോകും, ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ പറയും ഒന്നും കാണുന്നില്ല. കാരണം ഡോക്ടർമാർ എല്ലാ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ആ രോഗത്തിന് കാരണമുള്ള ഒരു കാര്യം ഉണ്ടാവില്ല. പക്ഷെ ഈ വ്യക്തി വേദന അനുഭവിക്കുക, ഈ വ്യക്തിക്ക് ഈ ഒരു പീഡ അവിടെ ഉണ്ടാകുക. പ്രത്യേകിച്ച് വയറിന് മുകളിലും ചങ്കിന് താഴെയുമായുള്ള കുത്തിയുള്ള വേദന, നിരന്തരമുള്ള ആകാംക്ഷ, അകാരണമായ ഭയം, അകാരണമായ ദുഃഖം, വിഷാദം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഇരുട്ടത്തും റൂമിലും അടച്ചിരിക്കാനും, ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റാത്തതും, ആളുകളുടെ മുമ്പിൽ പോകാൻ പറ്റാത്തതും, ആളുകളോട് വർത്തമാനം പറയാൻ പറ്റാത്തതുമായ അന്തരീക്ഷം. ഇതൊരു പൈശാചിക പീഡയാണ് എന്ന് ഗബ്രിയേൽ ആമോറ്റച്ചനും മറ്റു ഭൂതോച്ചാടകരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, എന്നാൽ കർത്താവിന് ഇവയെ ഒരു നിമിഷം കൊണ്ട് ബഹിഷ്കരിക്കാൻ സാധിക്കും. നിന്റെ തലയിലെ മന്ദത, കണ്ണുകളുടെ വേദന, പല്ലിൻ്റെ വേദന, നിരന്തരമായ രോഗപീഠകൾ, മരുന്ന് കഴിച്ചിട്ടും ഡോക്ടർമാരെ കണ്ടിട്ടും മാറാത്ത പീഡകൾ. മറ്റൊരു പീഡ കുടുംബങ്ങളെ ബാധിക്കുന്നത്, ഈ രോഗം വീട്ടിൽ നിന്ന് മാറുന്നില്ല. ഒന്ന്, ഇപ്പോഴ് അപ്പനാണ് രോഗമെങ്കിൽ ഒരു കണക്കിന് മരുന്നൊക്കെ വാങ്ങിച്ച് ആശ്വാസം നേടി കഴിയുമ്പോൾ അടുത്തത് അമ്മയ്ക്കാവും, അമ്മയുടെ മാറിക്കഴിയുമ്പോൾ മകനാകും, മകന് മാറിക്കഴിയുമ്പോൾ മകൾക്കാകും. അങ്ങനെ കുടുംബങ്ങളിൽ നിന്ന് അസുഖങ്ങൾ വിട്ടുമാറാത്ത അവസ്ഥകളും ഒരു പൈശാചിക പീഡയാണെന്ന് ഗബ്രിയേൽ ആമോറ്റച്ചൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെയാണ് കടങ്ങൾ, കടബാധ്യതകൾ ഭവനങ്ങളിൽ നിന്ന് മാറുന്നില്ല. അതായത് അല്പം പൈസ കൈ കെട്ടി കഴിയുമ്പോൾ തന്നെ അത് പെട്ടെന്ന് ഇല്ലാതാകുന്നു. വിട്ടുമാറാത്ത കടങ്ങൾ,
എന്ത് ചെയ്തിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടും എത്ര പേര് പണിയെടുത്തിട്ടും ഒരു കുടുംബത്തിന് ഉയർച്ചയില്ല, വളർച്ചയില്ല. ഈ ഒരു അന്തരീക്ഷമാണ്, ഈ ഒരു അവസ്ഥയാണ്. ഇതും പൈശാചിക പീഡയാണ്. കാരണം നിരന്തരമായ ക്ലേശങ്ങളും കഷ്ടപ്പാടും പീഡകളും, അതുപോലെ തന്നെ കലഹത്തിൻ്റെ ദുരാത്മാക്കള്, നിരാശയുടെ ദുരാത്മാക്കള്, നിരന്തരമുള്ള കുടുംബ തകർച്ചകള്, സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, സമാധാനം കിട്ടാത്ത അവസ്ഥ, വെറുപ്പും പകയും വിദ്വേഷവും നിരാശയും ആത്മഹത്യ ചിന്തകളും അബോർഷൻ ചെയ്യാനുള്ള പ്രേരണകളും കുടിക്കാനും ലഹരി കഴിക്കാനും അടിമകളാകാനും അങ്ങനെ ആഗ്രഹിച്ചിട്ട് പോലും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ, മദ്യം വേണ്ട എന്ന് വെച്ചിട്ടും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടും മദ്യപാനം നിർത്താൻ പറ്റാത്ത അവസ്ഥ, തെറ്റായ ബന്ധങ്ങൾ ബോധപൂർവം വേണ്ട എന്ന് വെക്കാൻ ആഗ്രഹിച്ചിട്ടും അത് വെക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതൊക്കെ പൈശാചിക പീഡകളാണ്. വ്യഭിചാരത്തിൻ്റെ ദുർബോധം വിട്ടുമാറുന്നില്ല. തൻ്റെ ജീവിത പങ്കാളികളെ ചതിക്കരുത്, വഞ്ചിക്കരുത്, താഴ്ത്തിക്കെട്ടരുത്, ഒറ്റപ്പെടുത്തരുത് എന്നൊക്കെ ചിന്തിക്കും, തീരുമാനമെടുക്കും. അത് നടപ്പാക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ കലഹത്തിൻ്റെയും വെറുപ്പിൻ്റെയും കണ്ണുനീരിൻ്റെയും നെടുവീർപ്പിൻ്റെയും സങ്കടങ്ങളുടെയും വിട്ടുമാറാത്ത പീഡകൾ. പ്രിയപ്പെട്ട മക്കളെ, യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്, അടയാളങ്ങളുടെ ദൈവമാണ്. ഈ പീഡകൾ ഉള്ളവരിലേക്ക് ഈ അൾത്താരയിൽ നിന്ന് അസാധാരണമായൊരു ശക്തി ഈ വചനം കേൾക്കുന്ന മക്കളിലേക്ക് എഴുന്നള്ളി വരിക. അവരുടെ തലച്ചോറിലേക്ക്, അവരുടെ മനസ്സിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ സാമ്പത്തിക മേഖലയിലേക്ക്, അവരുടെ ശരീരങ്ങളിലേക്ക് സൗഖ്യമായി, ആശ്വാസമായി, ഡെലിവറൻസായി, രോഗശാന്തിയായി ഇതാ കടന്നു വരിക. നീ നിന്റെ മനസ്സൊന്ന് തുറന്നാൽ മതി. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഈ ആൾക്കാരിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിനെ നിന്റെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞാൽ മതി. കർത്താവേ എന്നൊറ്റ വിളിച്ചാൽ മതി. എൻ്റെ ഈശോയെ എന്ന് വിളിച്ചാൽ മതി. കാരണം ആകാശത്തിനും ഭൂമിയിലും വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈ ദുഷ്ടശക്തികളെ, ഇവറ്റകളെ, തിന്മകളെ തകർക്കാനാണ് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പുത്രൻ ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ കാണുവാൻ, സ്പർശിക്കുവാൻ, ആരാധിക്കുവാൻ, ഏറ്റുപറയുവാൻ എഴുന്നള്ളി വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അതിശക്തമായ ഡെലിവറൻസ്, വിമോചനം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ലഭിച്ച വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 18 അധ്യായം 5 മുതലുള്ള തിരുവചനമാണ്. ഇവിടെ കഠിനഹൃദയനായ ഒരു നീതിമാന്റെ അടുത്ത് ഒരു വിധവ് വന്ന് നിരന്തരം നിലവിളിക്കുക. ആ കഠിനഹൃദയനായ നീതിമാൻ, ന്യായാധിപൻ ഇങ്ങനെ പറയുകയാണ്, എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു നിലവിളി അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഈ ഒരു ന്യായാധിപൻ ദുഷ്ടനായിരുന്നിട്ട് പോലും കരയുന്നവരുടെ കണ്ണുനീരൊപ്പിയെങ്കിൽ സർവത്തിൻ്റെയും അതിനാഥനായ ദൈവം, സകലരെ സ്നേഹിക്കുന്ന ദൈവം, നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം, തൻ്റെ ചങ്ക് കുത്തി തുറന്ന് അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുക്കിയ ദൈവം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാതിരിക്കുമോ എന്ന് നമുക്ക് വിശ്വസിക്കാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 നന്ദി, യേശുവേ ആരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഓ ജെസു സാൽവത്തോറെ, Signore mio, Dio mio, mio Dio e mio tutto, che con il sacrificio della croce tu ci hai redenti, tu ci hai sconfitto il potere di Satana. Ti prego di liberare questo popolo da ogni presenza malefica,
da ogni influenza dal maligno. കർത്താവ് യേശുവിന്റെ നാമത്താൽ, കർത്താവ് യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, യേശു ക്രിസ്തുവിന്റെ തിരുമുറിവുകളുടെ ശക്തിയാൽ, യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാൽ, യേശു ക്രിസ്തുവിന്റെ കുരിശിന്റെ ശക്തിയാൽ, യേശു ക്രിസ്തുവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിൽ നിന്നും തിന്മയുടെ അരൂപികളും തടസ്സങ്ങളും ബന്ധനങ്ങളും ആകുലതകളും അശുദ്ധ ബന്ധനങ്ങളും കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ നിർവീര്യമായി പോകട്ടെ. El sangue l'acque scaturiscono dal tuo costato, scendono su di questo popolo, purifica questo popolo, libera questo popolo, guarisce questo popolo. എല്ലാവരും സ്തുതിച്ച് മക്കളെ. ഹല്ലേലൂയ. കെട്ടുകളൊക്കെ പൊട്ടട്ടെ, ബാധകളൊക്കെ ഒഴിയട്ടെ. സ്തുതിച്ച് 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 എല്ലാ ബന്ധനങ്ങള്, ആദിവ്യാധികള്, നരക പിശാചുക്കള്, സാത്താനും അവന്റെ ചങ്ങലകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതകരമായി വിട്ടുമാറട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസം നിങ്ങളെല്ലാവരെയും കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്തുള്ള ഈ അത്ഭുത പള്ളിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ അച്ഛന്മാരുടെ കുമ്പസാരം നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ നല്ല ഡെലിവറൻസിന്റെ പ്രാർത്ഥന ലഭിക്കും. പ്രിയപ്പെട്ട മക്കളെ, അനുഗ്രഹത്തിന്റെ ദിവസമാണ്. എല്ലാ ചൊവ്വാഴ്ചകളും അന്തോനീസ് പുണ്യാളന്റെ തിരുശേഷിപ്പ് വണങ്ങാനുള്ള വലിയ സൗകര്യവും ഈ ദേവാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നെയ്യാറ്റിങ്കര വ്ളാത്താങ്കര കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കണം. ഓഗസ്റ്റ് മാസം 9 തീയതി മുതൽ 13 തീയതി വരെ അവിടെ പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിലാണ് വ്ളാത്താങ്കരയിൽ അച്ഛൻ്റെ കൺവെൻഷൻ. അവിടെ കൺവെൻഷനും തൊട്ട് മുൻപ് കാണാനായിട്ട് വരികയാണെങ്കിൽ അച്ഛൻ ദൂരെ നിന്ന് വരുന്നവരെ ആ കൺവെൻഷന് തൊട്ട് മുമ്പ് അതായത് 4 മണിക്ക് അവിടെ എത്തുന്നവരെ അല്പനേരം കാണാനായിട്ട് സാധിക്കുമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.